ഞാൻ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമൊന്നുമല്ല ട്രിവാൻഡ്രം പോകുന്നത്. ഒരുപാട് തവണ ട്രിവാൻഡ്രം പോയിട്ടുണ്ട്. ഒന്നിക്കിൽ ഷൂട്ടിൻ്റെ ആവശ്യത്തിന്, അല്ലെങ്കിൽ വെറുതെ ട്രിപ്പ് മൂഡിൽ. മാമി ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ ട്രിവാൻഡ്രം വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരുപാട് തവണ ട്രിവാൻഡ്രം പോയി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഈ തവണ നമ്മൾ പോകുന്നത് ഫുൾ അമ്പലം മൂഡ് ഇട്ടിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ എത്തിയ പാട് നമ്മൾ കുളിച്ച് മാറ്റി പഴവങ്ങാടിയിൽ ഗണപതിനെ തൊഴാൻ പോയി. അത് കഴിഞ്ഞ് പത്മനാഭനെ തൊഴാൻ പോയി. പത്മനാഭനെ എപ്പം നമ്മൾ ട്രിവാൻഡ്രം പോയാലും പത്മനാഭനെ തൊഴാൻ പോവാറുണ്ട്. അത് കഴിഞ്ഞ് പത്മനാഭൻ്റെ സൈഡിലുള്ള സുഡസുഡ ഇഡ്ഡലി, ആക്ടർ വെങ്കിടേഷിൻ്റെ സുഡസുഡ ഇഡ്ഡലി കഴിക്കണം എന്നുള്ളത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒന്നായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് തട്ടി ഇഡ്ഡലി ബട്ടർ പൊടിയും പിന്നെ പൊടി ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്രയും പ്ലാൻ ചെയ്തിട്ട് പോയതിന് വേർത്തായിരുന്നു. അതുപോലെ വെങ്കിടേഷിൻ്റെ ഒപ്പം ഫോട്ടോസൊക്കെ എടുത്തു. പുള്ളി ഭയങ്കര കൂളാണ്. നമ്മളൊരു റിലേറ്റീവിനെല്ലാം കണ്ട പോലത്തെ ഒരു പെരുമാറ്റമാണ് പുള്ളിക്ക് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇഡ്ഡലിക്ക് ടേസ്റ്റ് കൂടിയതെന്ന് തോന്നുന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് കുറേ കോമൺ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇത്തവണ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സാധാരണ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ പോവാറില്ലല്ലോ. ഇത്തവണ നമ്മൾ അങ്ങനെ ഒരു ക്രൗഡിൻ്റെ ഇടയിലേക്ക് ചെന്ന് സംസാരിച്ച് അവിടുത്തെ നാട്ടുകാരെയും അവിടുത്തെ കൾച്ചറും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും കൂടെ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനും അമ്മയും ദീശാമിയും ടിറ്റുമാണ് ഇത്തവണ അമ്പലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. സാധാരണ ടിൻറ്റുമാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറ്. പക്ഷെ അവന് കാലിന് ചെറുതായിട്ടൊരു ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് ചെറുതായിട്ട് പെയിനൊക്കെ ഉള്ളതുകൊണ്ട് അവൻ വന്നില്ല. അപ്പോൾ ഞാനും അമ്മയും ടിറ്റുവും ദീശാമിയും കൂടിയിട്ട് ഫുള്ള് അവിടുന്ന് അമ്പലമൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിറ്റേന്ന് ഞാനും അമ്മയും മാത്രമാണ് പോയത്. നേരെ പോയത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ക്ഷേത്രത്തിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പത്മനാഭൻ്റെ അവിടെ വന്നു. അമ്മയ്ക്ക് ചെരുപ്പ് പിന്നെ വളയൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്കൂടെ വന്നതുകൊണ്ട് തന്നെ കാണാത്ത കുറേ പത്മനാഭൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ അവിടെ ശ്രീകണ്ഠപുരം എന്നോ അങ്ങനെ എന്തോ ഒരു ശിവക്ഷേത്രത്തിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ കുപ്പിവളയുടെ സെക്ഷനിൽ പോയപ്പം എനിക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അടുത്ത് കുറേ കളേഴ്സ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ വെറുതെ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ടും ഞാൻ പിന്നെയും ചുവപ്പും വയലറ്റും വാങ്ങി. എൻ്റെ അടുത്ത് എത്ര മെറൂൺ ചുവപ്പ് റിലേറ്റഡ് വളയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നാലും ഞാൻ അവിടുന്ന് വാങ്ങി. അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാളയത്ത് പോയി. ചേർച്ച് കയറിയില്ല, പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടായിരുന്നു. കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള മൂടായിരുന്നു. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് വെള്ളായണി കായലിൽ എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. വിഷ്ണു ചേട്ടൻ എൻ്റെ അടുത്ത് നീ ഏതായാലും ട്രിവാൻഡ്രം ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഷൂട്ട് ചെയ്തൂടെ എന്ന് ചോദിച്ചിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ഒരു സംബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ റിപ്ലൈ തന്നു. ഞങ്ങൾ അങ്ങനെ ആളുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് പോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ വയലറ്റ് സാരി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഷൂട്ടിന്. ബാക്കി എൻ്റെ അമ്മയും അനിയന്മാരും ടിറ്റുവും ടിൻറ്റുവും വന്നിട്ടുണ്ടായി. അപ്പോൾ അവരെല്ലാവരും കൂടെ ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ടുള്ള, ഞാൻ മാത്രം സാരി. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ കയറുന്ന ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ ആണെങ്കിൽ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു, ഇവളെന്താ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന പോലെയെന്ന്. അടിപൊളിയൊരു വ്യൂ ഒക്കെ ആയിരുന്നു. എന്താ പറയുക, നമ്മൾ കുറേ ഗൂഗിൾ മാപ്പ് നമ്മളെ വഴിയൊക്കെ തെറ്റിച്ചിട്ട് എവിടെയൊക്കെയോ കൊണ്ടുപോയി. പക്ഷെ ആ ഒരു എവിടെയോ കൊണ്ടുപോയത് പോലും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നു. പിന്നെ എൻ്റെ അനിയനെ കണ്ടോ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കായലിലിറങ്ങി പൂവൊക്കെ പറിച്ചിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ചിക്കൻ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയിൽ ചിക്കൻ കറി ആക്കി കൊടുത്തു. ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ബട്ടർ ഗാർലിക് മൂഡിൽ. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ നേരെ പോയത് പാലസ് കാണാനായിരുന്നു. പാലസിൽ ഓൾറെഡി നമ്മൾ ഒരുപാട് തവണ കറങ്ങി നടന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ ഒന്നും കൂടെ പോകാമെന്ന് വിചാരിച്ചു. മാമി വൈകുന്നേരം ആകുമ്പം ഫ്രീ ആവുമല്ലോ എന്നുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് ജസ്റ്റ് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കി എങ്ങനെ പറ്റുന്നുണ്ടോയെന്നൊക്കെ. കുഴപ്പമില്ലാതെ ഞാൻ ബെറ്റർ ആയിട്ടുണ്ടെന്ന് അനിയനൊക്കെ പറഞ്ഞു. അതിന് പിറ്റേ ദിവസം അതായത് ഞങ്ങളുടെ 4th ഡേയിൽ ഞങ്ങൾക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ചുമ്മാ വീട്ടിലിരിക്കലായിരുന്നു. എല്ലാവർക്കും ജലദോഷമൊക്കെ പിടിച്ചു. അങ്ങനെ സൈഡായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് 4th ഡേ ഒരു പ്ലാനും ഇല്ലാതിരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് മാമൻ കുഴിച്ചിട്ടിട്ടുള്ള കുറേ ചെടിയും അപ്പുറത്തെ വീട്ടിലെ ഉറുമാമ്പഴം ഇപ്പുറത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്നതും ഒക്കെ കാഴ്ചകൾ കണ്ട് നടന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഉറുമാമ്പഴത്തിൻ്റെ മരമൊക്കെ കാണുന്നതും അത് കായ്ച്ച് നിൽക്കുന്നത് കാണുന്നതൊക്കെ. അപ്പോൾ അതെനിക്കൊരു വേറിട്ട എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 5th ഡേ ഞങ്ങൾ നേരെ വിട്ടു
ചെങ്കൽ ശിവക്ഷേത്രത്തിൽ. അത് ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഭക്തിസാന്ദ്രമായിട്ട് പോകേണ്ട ഒരു സ്ഥലമൊന്നുമല്ല, ജസ്റ്റ് ഒരു മാൻ മെയ്ഡ് മ്യൂസിയം ഓർ പാർക്ക് പോകുന്നൊരു ഫീലിൽ നമുക്കവിടെ ആ ഒരു അമ്പലം വിസിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്നു. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറേ അല്ല, ജസ്റ്റ് ഒരു പാർക്ക് പോകുന്നു, ഒരു അങ്ങനത്തെ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു എന്നുള്ള മൂഡിൽ പോയി കഴിഞ്ഞാൽ